നിങ്ങൾ നിങ്ങളുടെ ഈ സ്വപ്ന ഭവന ആ ഒരു പദ്ധതി ഞങ്ങളുടെ ടീമിനെ ഏൽപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം അതിന്റെ ഒരു മോട്ടീവ് എന്താന്ന് നമ്മളെ ഇപ്പൊ ഞാൻ എന്റെ പ്രവാസം തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു യൂറോപ്പിലൊരു 10-12 വർഷമായി. അപ്പം ഞങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കും എൻ്റെ വൈഫിനും ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 കൺസ്ട്രക്ഷൻ വർക്ക് ടീമിനെ ഞങ്ങൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പൊ അവര് ചെയ്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു മോഡൽ തന്നിട്ട് നമ്മൾ അതിലോട്ട് അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. അതാണ് ഞങ്ങൾക്ക് അത് പിന്നെയും ഞങ്ങളെ പ്രൊജക്റ്റുകൾ നീണ്ടുപോകാനുള്ള കാരണം. നിങ്ങളുടെ തന്നെ നെക്സസിന്റെ ഒരു വർക്ക് കാണാനിടയായി, സിംഗിൾ സ്റ്റോറി. ഞങ്ങൾക്ക് താല്പര്യം അത് തന്നെയായിരുന്നു. അപ്പൊ അത് അങ്ങനെ കണ്ട സമയത്ത് അതിൽ അവർ പറയുന്നുണ്ട് ഈ ക്ലയന്റിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ വീട് പണിത് കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു, സ്റ്റിക്ക് ഓൺ ആയി. അങ്ങനെ ഇതിന്റെ MD നജീബിനെ ബന്ധപ്പെട്ടു. അപ്പോൾ അവര് നമ്മളെ റിക്വയർമെന്റ്സ് ചോദിച്ചറിഞ്ഞു. അതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്കൊരു പോസിറ്റീവ് എന്ന് പറയാൻ കാരണം. നിങ്ങളിലോട്ട് അടുക്കാനുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ റിക്വയർമെന്റ്സ് ചോദിച്ചു, നമ്മൾ ആ റിക്വയർമെന്റ്സ് പറഞ്ഞു. പിന്നെ അതിനനുസരിച്ച് നമ്മൾ അധികം മോഡൽസ് ഒന്നും നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. 1-2 മോഡൽസ് തന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ ഒരു ടേസ്റ്റ് കിട്ടി. വീട് പണിയാന്ന് പറഞ്ഞിട്ട് ഒരു 3-4 വർഷം അതിന്റെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയത് നെക്സസിനെ ബന്ധപ്പെട്ടപ്പോഴാണ് ശരിക്കും.